ഇന്ന് നമുക്കൊരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കിയാലോ? ഇന്നത്തെ നൈറ്റ് ലാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഈ നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു ടിന്നെടുക്കുക. നമ്മുടെ വീട്ടിൽ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകൾ ഉണ്ടാവില്ലേ, അത് മതി. കടകളിൽ മിഠായൊക്കെ ഇട്ട് വെക്കുന്ന ടിന്ന് കണ്ടിട്ടില്ലേ, അതേപോലത്തെ ടിന്നായാലും മതി. എന്നിട്ട് അതിനെ ഇതേപോലെ ഒരു A4 പേപ്പർ ചുറ്റി കൊടുക്കുക. എനിക്ക് ഒരു പേപ്പർ വട്ടം എത്തിയില്ല, അപ്പോൾ ഞാൻ 2 വെച്ചിട്ടാണ് ചുറ്റിയത്. ഇനി വേറൊരു പേപ്പറിൽ ഇതുപോലെ ബട്ടർഫ്ലൈസ് വരച്ചു കൊടുക്കുക. ഇനി വരയ്ക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, പക്ഷെ ഞാനിവിടെ വരച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ബട്ടർഫ്ലൈ അല്ലേ. ഇനി ആ ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് അതിൻ്റെ ഷേപ്പിൽ വെട്ടിക്കൊടുക്കുക. ഞാൻ ബട്ടർഫ്ലൈനെ വരച്ച പേപ്പർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം ഞാൻ ഒരുപോലത്തെ ബട്ടർഫ്ലൈസ് അല്ല വരച്ചിരിക്കുന്ന, വേറെ വേറെ പാറ്റേണിലുള്ളതാണ്, പല വലിപ്പത്തിലുള്ളതാണ്. നിങ്ങളിതുപോലെ വരയ്ക്കുമ്പോൾ പല വലിപ്പത്തിലുള്ളതും പല പാറ്റേണിലുള്ളതും വരച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മുടെ നൈറ്റ് ലാമ്പ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. ഇനി നമ്മൾ വരച്ചു വെച്ച ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും. ഇനി ആ വെട്ടി വെച്ച ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് അതിൻ്റെ ചിറക് ഇങ്ങനെ രണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചിറകല്ലാത്ത ബോഡി പാർട്ടിൽ മാത്രം പച്ച തേച്ചിട്ട് ഈ വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈക്ക് തന്നിട്ട് പോവുക. പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പറ്റില്ലെന്ന് മാത്രം പറയല്ലേ, പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുന്നേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത ബട്ടർഫ്ലൈസൊക്കെ അതാ ഈ പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തു. എല്ലാം കുറച്ച് ഗ്യാപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒരേ പാറ്റേണിലുള്ള ബട്ടർഫ്ലൈസ് അടുത്തടുത്ത് വരാതെ നോക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഇനിതാ ഇതുപോലൊരു നൈറ്റ് ലാമ്പ്. ഇതില്ലാത്തവർ വിഷമിക്കേണ്ട, നമ്മുടെ വീട്ടിൽ മെഴുകുതിരി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെച്ചാൽ മതി. ടെൻഡഡാൻ, നമ്മുടെ നൈറ്റ് ലാമ്പ് റെഡിയായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് നേരിട്ട് കാണാനാണ് ഭംഗി. ഇത് ഞാൻ എത്ര വീഡിയോ എടുക്കാൻ നോക്കിയിട്ടും ഇതിൻ്റെ ഭംഗി എനിക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല. സത്യമായിട്ടൂടെ ഈ നൈറ്റ് ലാമ്പ് ഇങ്ങനെ വീഡിയോ കാണാനല്ല, നേരിട്ട് കാണാനാ ഭംഗി. അപ്പോൾ ഈ നൈറ്റ് ലാമ്പ് കണ്ടിട്ട് ഇഷ്ടമായ കൂട്ടുകാർ ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാം. ഞാനിത് ആദ്യമായിട്ടല്ല ഉണ്ടാക്കണേ. എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് എന്തോന്ന് തോന്നുന്നു, ഞാനിതിന് മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത് കുറേ നാൾ എൻ്റെ റൂമിലിരുന്നായിരുന്നു. ഇന്നിപ്പോൾ ഒന്നുകൂടെ അത് ഉണ്ടാക്കാനൊരു പൂതി, വൈകിച്ചില്ല, ഉണ്ടാക്കി. സാധനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.